വിത്ത് പാകിയിട്ട് വെറും 40 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതേ നമ്മുടെ പയർ മുറിച്ചെടുക്കുന്ന പരുവമായി നല്ല വിളഞ്ഞ് കൊഴുത്ത് തടിച്ച് നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഈ മൂത്തതിനെ ഞാനിങ്ങനെ എടുത്തു മാറ്റി. വിത്ത് മുതൽ വിളവ് വരെയുള്ള എൻ്റെ ജേർണി വെറും 40 ദിവസം. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പെട്ടെന്ന് വിളവ് തരുന്ന ഒരു സാധനമാണ് പയർ. അപ്പോൾ ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പയറായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ. കാരണം നമ്മൾ വിത്തിട്ട് 40 ദിവസം ആകുമ്പോഴേക്കും നമുക്കതിൻ്റെ വിളവെടുക്കാം. പെട്ടെന്ന് വിളവ് കിട്ടുമ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിയാകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്ത ഒരു കൃഷി ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടുവാണ്. എങ്ങനെയാണ് ഞാൻ വിത്ത് പാകിയത്, അവിടം തൊട്ട് എന്തൊക്കെ വളങ്ങളാണ് ഞാൻ ഇവർക്ക് കൊടുത്തത്, പിന്നെ പുഴുക്കളിൽ നിന്നും കീടാണുക്കളിൽ നിന്നും എല്ലാം ഇവരെ ഞാൻ എങ്ങനെ രക്ഷിച്ചു, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബാ കാണാം, ഒന്നിച്ച് കാണാം. വിത്തിട്ട് 40 ദിവസം ആയതേ ഉള്ളൂ എൻ്റെ പയറുകൾ ഈ പരുവായി. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെ പറിക്കാൻ പോവുകയാണ്. നല്ല രീതിയിൽ മൂത്തു. ഈ ഏരിയയിൽ ഇത്രയുണ്ട്. മറ്റേത് പച്ചക്കറിയെ പോലെ തന്നെയും ഇതിനും നമ്മുടെ പരിചരണയും നമ്മുടെ ശ്രദ്ധ അത്യാവശ്യമാണ്. പക്ഷേ വലിയൊരു എമൗണ്ട് രീതിയിൽ വലിയൊരു ഇൻപുട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാത് സമയത്ത് നമ്മൾ വളം കൊടുക്കണം, പിന്നെ മരുന്നടിക്കണം, പിന്നെ ഡെയിലി വെള്ളം ഒഴിക്കണം. 2 നേരം വെള്ളം മസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പയർ നമുക്ക് എടുക്കാൻ പറ്റും. ആർക്കും ചെയ്യാൻ പറ്റുന്നതും എന്നാൽ പെട്ടെന്ന് വിളവ് തരുന്നതുമായ ഒരു കൃഷിയാണ് പയർ കൃഷി. എന്നാൽ നമ്മുടെ വീടുകളിൽ അത്യാവശ്യമായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു വിത്ത് പാകി അത് മുളപ്പിച്ച് പിന്നെ മണ്ണൊരുക്കി അത് നട്ട് അതിന് വളമിട്ട് കൊടുത്ത് പിന്നെ അതിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ലാസ്റ്റ് ഈ ഒരു പരുവത്തിലെത്തുക, നമുക്ക് വിളവ് തരുന്ന ഒരു പരുവത്തിലെത്തുക, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം വളരെ വലുതാണ്. എല്ലാ പയറുകൾക്കും അത്യാവശ്യമായിട്ട് വേണ്ടത്, പയറെന്നല്ല ഏത് കൃഷിക്കും നല്ല വിത്താണ്. വിത്ത് നന്നാൽ ഗുണവും നന്നായിരിക്കും. സോ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമുക്ക് വിത്ത് സോക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്ത് നമ്മുടെ ഇവിടെയുള്ള സാധനം തന്നെയാണ്, അതായത് കഞ്ഞിവെള്ളം. എല്ലാ ദിവസവും ഞങ്ങൾ കഞ്ഞിവെള്ളം സൂക്ഷിച്ച് വയ്ക്കും, ഒരു ബക്കറ്റിൽ ഒഴിച്ച് വയ്ക്കും. അത് 1 or 2 ഡേയ്സ് കഴിയുമ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്ത് ഞങ്ങളുടെ പച്ചക്കറികൾക്കെല്ലാം ഒഴിക്കുന്ന ഒരു ശീലം പണ്ടേ ഉണ്ട്. അതുകൊണ്ട് ഇന്നലത്തെ കഞ്ഞിവെള്ളം തന്നെ ഞാൻ എടുക്കുകയാണ് ഇത് സോക്ക് ചെയ്യാനായിട്ട്. ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ്. ഇതിനെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1/2 കപ്പ് കഞ്ഞിവെള്ളം എടുക്കുക. ഈ കപ്പിന് 1/2 കപ്പ് മതി, നിറച്ച് വേണ്ട. ബാക്കിയുള്ള പോർഷനിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യുകയാണ്. ഡൈല്യൂട്ട് ചെയ്താണ് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത്. അങ്ങനെ 1 കപ്പ് വെള്ളമാക്കി നമ്മുടെ പയർ വിത്തുകൾ ഈ ഡൈല്യൂട്ട് ചെയ്ത കഞ്ഞിവെള്ളത്തിൽ 4 മണിക്കൂർ കുതിർത്തിടണം. എൻ്റെ കൃഷിക്കായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ട ചെറിയ വളങ്ങൾ മാത്രമേ വെളിയിൽ നിന്ന് വാങ്ങാറുള്ളൂ. വിത്തുകൾ പാകുന്നതിനായിട്ട് നമ്മുടെ മിൽമ കവറാണ് ഞാൻ ഉപയോഗിച്ചത്. ഇത് നമ്മുടെ പാൽ കവറാണ്, മിൽമ കവർ. ഇതിനകത്തോട്ട് മണ്ണ് നിറയ്ക്കും. എന്നിട്ട് ഇതിനകത്ത് നിന്നാണ് ഞാൻ വിത്ത് പാകിയിരിക്കുന്നത്. എൻ്റെ വിത്തുകളൊക്കെ ഈ കവറിനകത്ത് മണ്ണ് നിറച്ചാണ് ഞാൻ പാകിയിരിക്കുന്നത്. ഇനി ഒരാഴ്ച സമയം ഇതിനകത്ത് കിളിച്ചു വന്നോളൂ. അപ്പോൾ ആരും ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുകയില്ല, അത് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കും. വിത്തുകൾ പാകാൻ നല്ലൊരു സാധനമാണ് നമ്മുടെ മിൽമ പാൽ കവർ. 5 ദിവസം ആയപ്പോഴത്തേക്കും വിത്തുകളൊക്കെ മുളച്ചു 2 പരുവായി. ഇനി ഇത് നമുക്ക് മാറ്റി നടാം. മണ്ണ് നന്നായി കുത്തിയിളക്കി ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് പയർ നട്ടു. നമ്മുടെ ബൗണ്ടറി വോളിനോട് ചേർന്നാണിത്. ഇന്ന് നമ്മുടെ പയറുകൾക്കെല്ലാം വള്ളിയിട്ട് കൊടുക്കുക. നമ്മുടെ സ്ഥലം സൗകര്യവും വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് എടുത്ത് മാക്സിമം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് ഭിത്തിയോട് ചേർത്ത് വള്ളികളെല്ലാം കയറ്റി വിടാനാണ് നമ്മുടെ ഉദ്ദേശം. പന്തലിടാനായിട്ട് ഒത്തിരി സ്പേസ് എടുക്കും. അത്രയും സ്ഥലം നമുക്കിവിടെ ഇല്ല. സെയിം ടൈം നമുക്കിവിടെ ഒരു ചെറിയ തിട്ടയുണ്ട്. ആ തിട്ടയിൽ ഈ പയറുകളെല്ലാം നട്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ
നമ്മുടെ സ്ഥലം കളയാതെ വെർട്ടിക്കലായിട്ട് നമുക്കിതിനെ പൊക്കിയെടുക്കാം. നട്ട പയറുകളൊക്കെ വള്ളിയിട്ട് തുടങ്ങി. ഇനി ഇവരെ മുകളിലോട്ട് കയറ്റി വിടണം. ഈ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ഭിത്തിയുണ്ട്. ഈ ഒരു ഭിത്തിയിൽ നമ്മളൊരു കമ്പടിച്ചു. ഈ കമ്പിലേക്കാണ് ഇനി നമ്മൾ കെട്ടാൻ പോകുന്നത്. ഈ ഭിത്തിയിൽ നമ്മൾ ഒരു കമ്പി അടിച്ചു. ഈ 2 സ്റ്റെപ്പിനിടയ്ക്കായിട്ട് മറ്റേ അറ്റം നമ്മൾ ഗേറ്റിൻ്റെ തൂണയിലാണ് കെട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഐഡിയ. ഈ തൂണേന്ന് ഇങ്ങനെ 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 അങ്ങോട്ട് പോയി ആ കമ്പിയിൽ, അടിച്ച കമ്പിയിൽ നമ്മളൊരു ലോങ് കമ്പി വലിച്ചു കെട്ടി. എന്നിട്ട് ഈ കമ്പിയിൽ നിന്ന് താഴോട്ട് നമ്മൾ കയറ് കെട്ടിയിടുക പയറിനടുത്തോട്ട്. അപ്പോൾ ഈ പയറിന് കയറിപ്പോകാൻ ഒരു സ്ഥലം നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. സോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു കല്ലെടുക്കും. ഈ കല്ലിൻ്റെ അറ്റത്തോട്ട് നമ്മൾ ഈ കയറിനെ കെട്ടും. കയറ് കെട്ടുക. നല്ലൊരു നോട്ട് വേണം ഇടാൻ, കയറിളകി പോകാത്ത രീതിയിൽ. യെസ്, ഇങ്ങനെ നമ്മൾ കയറിനെ കെട്ടിയെടുത്തു. ഇനി ഈ കയറിൻ്റെ മറ്റേ അറ്റം നമ്മൾ ഈ വെച്ചിരിക്കുന്ന കമ്പിയിലിടാൻ പോവാണ്. കമ്പിയെ കെട്ടിയിടും. അപ്പോൾ ഇതിന് കയറി പോകാനുള്ള വഴിയായി. ഇനി ഈ കയറിൻ്റെ മറ്റേ അറ്റം നമ്മൾ നമ്മുടെ കമ്പിയിലേക്ക് വലിച്ചു കെട്ടണം. ദേ ഇങ്ങനെ. ജസ്റ്റ് ഒന്ന് ഉടക്കിയിട്ടാൽ മതി. അവർക്ക് കയറി പോകാൻ ഒരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. സോ ഇതാണ് നമ്മുടെ ഐഡിയ. ഇപ്പം നമ്മൾ 3 കയർ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ വള്ളി ഇങ്ങനെ താഴേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഈ പയറിൻ്റെ വള്ളി വരുമ്പോൾ നമുക്കിതിലേക്കൂടെ കയറ്റി മുകളിലോട്ട് വിടാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നില്ല, ഭിത്തിയോട് ചേർന്ന് തന്നെ. ഇതാണ് നമ്മൾ കയറ് കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 1 2 3 4 കയറ് കെട്ടി. ഇനി എത്ര എണ്ണം വേണേൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കെട്ടാം. പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചവും വെയിലും കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പച്ചക്കറികൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടിക്കോളും. നമ്മുടെ പയറൊക്കെ നല്ലപോലെ വളരും. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക്. തിട്ട പയറുകളൊക്കെ നിരത്തി നട്ടിരിക്കുന്നു. ഈ നീം ഓയിൽ മിക്സ് ഈ ക്യാപ്പിൻ്റെ ഒരു ക്യാപ്പ് മതി. കറക്റ്റ് ഒരു ക്യാപ്പ് എടുക്കുക. ഒറ്റ ക്യാപ്പ് നിറച്ചെടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുക. 1 ലിറ്റർ വെള്ളം ഫില്ല് ചെയ്യുക. ഹെൽത്തി ചെടിയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. അല്ല, ഇതിപ്പോൾ നല്ല ഹെൽത്തിയാണ്. എൻ്റെ പയറാണ്, അത് വള്ളിയിൽ കയറി പോകുന്നു, കയറിൽ കയറി പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം മതി. പക്ഷേ അടിക്കുമ്പോൾ ഈ ഇലകളുടെ അടിയിലേക്കാണ് അടിക്കേണ്ടത്. പുഴുക്കുത്തൊക്കെ ഉള്ള എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ ഇലയ്ക്കുള്ളതാണെങ്കിൽ ഡെയിലി അടിച്ചു കൊടുക്കണം. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതെല്ലാം മാറിക്കിട്ടും. പമ്പ് ചെയ്യുക, ഇതിൻ്റെ അകത്ത് പ്രഷർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഇലകളുടെ അടിയിലേക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ചെറിയ ചെടി ആയതുകൊണ്ട് നമുക്കിത് പിടിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം, ഇന്നത്തെ ദിവസം ഇതിന് വെള്ളം ഒഴിക്കരുത്. കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ അടിച്ചിരിക്കുന്ന ഈ മരുന്നെല്ലാം വാഷ് ഔട്ട് ചെയ്തു പോകും. അങ്ങനെ പയറുകളെല്ലാം വള്ളിയിട്ടു. അവരൊക്കെ പന്തലിലേക്ക് കയറി പോകുന്നു. ഇതേ എൻ്റെ ഒരു പയറ് ഇവിടെ പൂക്കുകയും ചെയ്തു. അപ്പം ഇതുവരെ ഞാൻ ഇവർക്ക് ഇട്ട് കൊടുത്തിരുന്നത് ചാണകപ്പൊടിയായിരുന്നു, പിന്നെ കരികിലയുടെ മിക്സും ഉണ്ടായിരുന്നു, കരികിലയുടെ പൊടിയും. ഇനി ഇവർക്ക് നമ്മുടെ ഓർഗാനിക് സ്ലറി ഒഴിച്ചു കൊടുക്കണം. വൺസ് ഇവർ പൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇവർക്ക് നല്ല ഹെൽത്തി ഫുഡ് വേണം. ഏതൊരു ജീവജാലങ്ങളെ പോലെ ഇവർക്കും ഫുഡ് ഹെൽത്തി ആയിരിക്കണം. നല്ല രീതിയിൽ ഫുഡ് കൊടുത്താലേ ഇവർ നല്ല കായ്ഫലങ്ങൾ നമുക്കും തരുള്ളൂ.
ലിക്വിഡ് ഫോമിൽ നമ്മൾ കൊടുക്കുമ്പോൾ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അതിൻ്റെ വേരുകൾ പെട്ടെന്ന് ഈ വളങ്ങളെ അബ്സോർവ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയ സ്റ്റേജാണ്. അപ്പം നമ്മൾ ഇപ്പോൾ കൊടുക്കേണ്ടത് സിറപ്പായിട്ട്, അതായത് ലിക്വിഡ് ഫോമിലുള്ള ജൈവ സ്ലറിയാണ്. സോ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ കായായി തുടങ്ങി. ഇനി നമുക്ക് സ്ലറി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ലറി ഇതാണ്, നല്ല തിക്കാണ്. അപ്പോൾ നമ്മളുടെ റേഷ്യോ അനുസരിച്ച് 1 കപ്പ്, ഞാൻ ഇന്ന് ഈ കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് സ്ലറി എടുത്താൽ 15 കപ്പ് വെള്ളം. ഇതാണ് അതിൻ്റെ റേഷ്യോ. അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്, വളരെ ലൂസായിട്ട്. നമ്മളുടെ വളം ഇപ്പോൾ ലിക്വിഡ് ഫോമിലാണ്. അപ്പോൾ ലിക്വിഡ് ഫോമിൽ നമ്മൾ ഒഴിക്കാൻ കാരണം ഇതിൻ്റെ റൂട്ടുകൾക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കണം. അതിനായിട്ട് എനിക്ക് ഇങ്ങനൊരു കൊച്ചു ടൂളുണ്ട്, നമ്മുടെ ബാർബിക്യൂനുള്ള ഫോർക്കാണിത്. എന്നിട്ട് ഈ മണ്ണ് നല്ല രീതിയിൽ ഇളക്കണം. നമ്മുടെ പയറിൻ്റെ ചുവടെ തൊടാതെ കുറച്ച് മാറിയായിട്ട് മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. എന്നാൽ അവരുടെ വേരിനൊന്നും സംഭവിക്കരുത്. ലേശം ഡിസ്റ്റൻസ് വിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലറി എടുക്കുക, ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ഏരിയയിൽ 2 കപ്പ് ഒഴിച്ചു കൊടുത്തു. ഈ ഏരിയ എന്ന് വെച്ചാൽ പലരും ഒന്നിച്ച് നിൽക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും അബ്സോർവ് ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് കുറച്ചുകൂടി സ്ഥലമുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് കുഞ്ഞു തൂമ്പ ഉപയോഗിക്കാം. ചോടിയിൽ നിന്ന് ലേശം വിട്ടാണ്. എന്നിട്ട് നമ്മുടെ സ്ലറി എടുക്കുക, ഒഴിക്കുക. നിലത്ത് നട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും കൂടെ നടുക്കായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആകും. നമ്മളുടെ ഒരു ചെറിയ ശ്രദ്ധയും പരിചരണവും ഉണ്ടെങ്കിൽ പയറുകൾ നല്ല രീതിയിൽ വളരും. എനിക്ക് ധാരാളം പയറുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ പയറുകൾ മുറിച്ചെടുക്കുന്നത്. കുറേയൊക്കെ മൂത്തതാണ്. എത്ര സ്ഥലം കുറവുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റിയ പണിയാണ് പയർ കൃഷി. എനിക്കാണെങ്കിൽ ഇവിടെ ഈ പയർ ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡാണ്, ഒരു ചെറിയ ഏരിയ. എന്നിട്ട് ഞാൻ വെർട്ടിക്കലായിട്ട് ഇതിനെ മുകളിലോട്ട് കയറ്റിയിട്ട് ചെറിയൊരു പന്തലിട്ടാണ് ഇതിനെ പടർത്തി വിട്ടിരിക്കുന്നത്. പയർ പോലെയുള്ള ക്രീപ്പേഴ്സിന് മുകളിലോട്ട് കയറാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുത്താൽ അവർ അവരുടെ രീതിയിൽ മുകളിലോട്ട് പോയി അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചോളും. എൻ്റെ ഈ പയറുകൾ മൂത്ത് പരുവ് എത്തി. ഓണം വരെ കാത്തിരുന്നാൽ, കാരണം ഇനിയും ഉണ്ടല്ലോ ഒരാഴ്ച കൂടെ ഓണം വരെ കാത്തിരുന്നാൽ ഇത് ചിലപ്പോൾ വല്ലാണ്ട് മൂത്ത് പോകും. അതുകൊണ്ട് നമ്മൾ ഈ പയറുകളെ ഇന്ന് മുറിച്ചെടുക്കുക. ഇവിടെയും കുറച്ച് പേരുണ്ട് മൂത്ത് നിൽക്കുന്നത്, അവരെ കൂടെ നമുക്കങ്ങ് മുറിച്ചെടുക്കാം. ഒരു ചെറിയ തോരനുള്ള പയർ കിട്ടി, എന്നാലും 1-2 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ കുറച്ചുകൂടെ കിട്ടും. സോ വിത്ത് മുതൽ ഇതുവരെ എൻ്റെ ജേർണി അത് ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. യാതൊരു പെസ്റ്റിസൈഡും ഇല്ലാതെ നാച്ചുറലായിട്ടുള്ള കീടനാശിനികൾ ഒഴിച്ച് മാത്രമാണ് ഞാൻ ഇവരെ ഹെൽത്തി ആയിട്ട് നിർത്തിയത്. വേറെ ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ വളങ്ങളാണെങ്കിലോ മുഴുവനും നമ്മളുടെ ഓർഗാനിക് വളങ്ങൾ മാത്രം.